രാഹുൽ വിഷയത്തിൽ ജനങ്ങളുടെ നിലപാട് എന്തായിരിക്കണം? പ്രിയമുള്ളവരെ, സംസ്ഥാനത്ത് ആദ്യഘട്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കാൻ പോവുകയാണല്ലോ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശം നടക്കും. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോകും. അതിന്റെ 2ാം ഘട്ടം 11-ാം തീയതി തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ 11-ാം തീയതി വോട്ടെടുപ്പ് നടക്കും. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. നമുക്കറിയാം, ഈ തദ്ദേശ പോരാട്ടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്കാണ് നാം എല്ലാവരും കാണുന്നത്. അന്നേരം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുട്ടത്തെ വേട്ടയാടിയ ഈ കാപാലികന്മാരുടെ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ ശബരിമല കൊള്ളയും മറ്റു തീവട്ടിക്കൊള്ളകളും പോരായ്മകളും എല്ലാം മറയ്ക്കുവാൻ വേണ്ടി ഈ പിണറായി ഭരണത്തിൽ മനം മടുത്തു നിന്ന ആ ജനങ്ങളുടെ പ്രതീക്ഷ കെടുത്തിയ ഈ കോൺഗ്രസ്സുകാരെയാണ് നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠം പഠിപ്പിക്കേണ്ടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണ്? രാഹുലാണെന്ന് ഇവർ പറയും. പക്ഷേ രാഹുലല്ല, ഇത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയത് ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ കേക്കച്ചനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്രകാരം ഒരു ആരോപണം ഒരൊറ്റ മാധ്യമങ്ങൾ പോലും, ജനങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭരണകൂടവും കോൺഗ്രസ് പ്രസ്ഥാനവും ഇവിടെയുള്ള സകല സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ഒരു 90% ഓൺലൈൻ മാധ്യമങ്ങളും ചേർന്ന് രാഹുലിനെതിരെ ഇത്രയും സംഘടിത ആക്രമണം നടത്തിയിട്ടും വേട്ടയാടൽ നടത്തിയിട്ടും ഇത്തരം വൃത്തികേടനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഇപ്പോഴും ഇവിടുത്തെ 85% ജനങ്ങളും രാഹുലിനൊപ്പമാണെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ അവർ രാഹുലിനെതിരായി നൽകുന്ന വാർത്തകളുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് സൈബർ പോരാളികളല്ല. രാഹുലിന് എവിടെയാണ് സൈബർ പോരാളികളുള്ളത്? രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. എന്നാൽ ഇപ്രകാരം ആ ആളുകളെ സൈബർ പോരാളികൾ എന്ന് വിളിക്കുന്നത് ഈ കേക്കച്ചന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന നമ്മുടെ ആ എറണാകുളത്തെ കേസില്ലാ വക്കീലും അതുപോലെ തന്നെ ഇയാളുടെ മാസപ്പടി പറ്റുന്ന ഈ സ്ഥിരം മാധ്യമ നിരീക്ഷക തൊഴിലാളികളും ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ഒക്കെ ചേർന്നാണ്. ആ വാർത്തകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ മാത്രം നോക്കിയാൽ മതി ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പോഴും 85%-ലധികം ജനങ്ങൾ രാഹുലിനൊപ്പമാണ്. രാഹുലിനെ വേട്ടയാടുകയാണ് എന്ന ഒരു ബോധ്യത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇപ്പോഴും ഇവരുടെ ഈ മീഡിയ മാനിപ്പുലേഷന് ജനങ്ങളുടെ മനസ്സിലേക്ക് കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പരമാർത്ഥം. ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഒരൊറ്റ മാധ്യമങ്ങൾ പോലും പറയാത്ത ഒരു കാര്യം ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ മിഷൻ 250 എന്ന ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ ആരംഭിച്ച ഒരു ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുന്നു. ഒരൊറ്റ മാധ്യമങ്ങളും പറയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്രകാരം ഒരു ആസൂത്രണം നടത്തിയത് ഈ കേക്കച്ചനാണ്. അതൊരു മൾട്ടി ഡയമെൻഷണൽ ബെനിഫിറ്റ്സോടുകൂടി, ഒന്ന് രാഹുലിനെ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ യാണ് ഇപ്രകാരം ഒരു ക്യാമ്പയിൻ ഇയാൾ തുടങ്ങിയത് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. മുട്ടൽമരം മുറിക്കൊള്ളക്കാരന്മാർക്ക് ഇപ്രകാരം ഒരു വിവരം കൊടുത്ത് അവരെ കൊണ്ട് കേക്കച്ചനാണ് വാർത്ത പടച്ചുവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ നോക്കുക, തൊട്ടടുത്ത ദിവസം തന്നെ ഇപ്രകാരം ഒരു നടപടി എടുത്തു. ഇന്ന് ഈ പ്രസ്ഥാനത്തെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയത് ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്നവൻ എടുത്ത ആ ഒരു നിലപാടും ആ ഒരു നടപടിയും കൊണ്ടാണ് ഈ വിഷയം ഇത്രയും വഷളായത്. അന്ന് ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഇവർക്ക് പറയാമായിരുന്നു, പരാതിക്കാരി എത്രയും വേഗം പോലീസിൽ പരാതി കൊടുക്കുക, അത് പോലീസ് അന്വേഷിക്കട്ടെ, കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തട്ടെ, അപ്രകാരം കണ്ടെത്തിയാൽ അന്ന് ഞങ്ങൾ പുറത്താക്കും. ഇപ്രകാരം ശക്തമായ ഒരു നടപടി അന്നെടുത്തിരുന്നു എങ്കിൽ അന്ന് അതെല്ലാം ഒരാഴ്ച കൊണ്ട് കേട്ടടങ്ങിയേനെ. ഈ വിഷയം ഏറ്റവും പ്രതിസന്ധിയിലും ആളിക്കത്തിയതും ഇന്ന് ഈ വിഷയത്തിൽ ഇവർക്ക് പരിഹരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പോലും ഇന്ന് ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് അന്ന് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന മണ്ടനെടുത്ത ആ ഒരു ഡിസിഷൻ കൊണ്ടാണ്. അവനെ മണ്ടൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. രാഹുലിനെ തീർക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണത് അപ്രകാരം ഒരു നടപടിയെടുത്തു. ഓർക്കുക, ഒരു ആരോപണം വാലും തലയും ഇല്ലാതെ, ഒരു പരാതി പോലും ഇല്ലാതെ വന്ന ഒരു ആരോപണം വന്നപ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അയാളെ നീക്കം ചെയ്യുന്നു. അതിന്റെ അടുത്ത ദിവസം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്രകാരം ഒരു നടപടി എടുത്തപ്പോൾ തന്നെ ഈ ഇവന്മാർ വിജയിച്ചു. ഒന്നുമില്ലാതെ ഇപ്രകാരം ഒരു പാർട്ടി നടപടി എടുക്കുമോ എന്ന ചോദ്യം അവിടെ ഉണ്ടായി. കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ഇവൻ കളങ്കിതനാണെന്ന് മനസ്സിലാക്കി അവനെ മാറ്റി നിർത്തി എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സ്വമേധയാ പിണറായിയുടെ പോലീസ് ഒരു അവസരം കാത്തു നിന്ന പിണറായിയുടെ പോലീസ് ഇയാൾക്കെതിരെ സ്വമേധയാ കേസെടുക്കുന്നതും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒരു IPSകാരിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയും അന്തർ സംസ്ഥാനങ്ങളിലും എല്ലാം ഗർഭം തേടി പോവുകയും ഒക്കെ ചെയ്തു. ആ അവസ്ഥയെല്ലാം അന്നേരം ഇരുന്ന ചോദ്യം ഇതാണ്. രാഹുലിനെ വഴിയിൽ തടയുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അവർ പറയുന്നത് ഇതാ കോൺഗ്രസ് നടപടി എടുത്തു. കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ മനസ്സിലായി ഇവൻ കളങ്കിതനാണെന്ന്. ആ പാർട്ടി തന്നെ പറയുന്നു ഇവൻ കുറ്റക്കാരനാണ് എന്ന് അവർ അറ്റസ്റ്റ് ചെയ്ത ഒരു കേസിൽ ഇത്രയും അമിതാവേശം ഇടതുപക്ഷവും BJPയും ഇവിടുള്ള മാധ്യമങ്ങളും എല്ലാം കാണിക്കുവാൻ കാരണം അന്നെടുത്ത ആ നിലപാടാണ്. അന്ന് പക്ഷേ സംരക്ഷിക്കണമെന്നല്ല, ഒന്ന് പ്രതിരോധിക്കുവാൻ പോലും ഇവർ ശ്രമിച്ചില്ല. ഓർക്കണം, ഇതിനകത്ത് തന്നെ കളങ്കിതരായ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ പോയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട് MLA ആയിട്ട്. അവരുടെ കാര്യത്തിൽ ഒന്നുമില്ലാത്ത ഒരു അമിത ആവേശം ഈ VD സതീശൻ കാണിച്ചത് എന്തിനാണെന്നാണ് ഞങ്ങൾ തുടക്കം മുതലേ ചോദിക്കുന്നത്. രാഹുൽ പരിശുദ്ധനാണെന്നോ ഇയാൾ ക്ലിയർ ആണെന്നോ ഞങ്ങൾ അന്നും ഇന്നും അവകാശപ്പെടുന്നില്ല. ഈ അമിതാവേശം എന്തിനു കാണിച്ചു? അപ്രകാരം എടുത്ത ആ അമിതാവേശത്തിന്മേൽ ഞങ്ങളിത് കണ്ടോ മാതൃകാപരമായ നടപടി, സർട്ടിഫിക്കറ്റ്, CPMന്റെ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ എന്തായി? ഈ അവസ്ഥയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണ്. ഈ അവസ്ഥയിൽ എത്തിച്ചത് ഈ കേക്കച്ചൻ എന്ന് പറയുന്നവനാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, 90% രാഹുലിനെ കുറ്റം പറഞ്ഞിട്ട് അവസാനം ഇവന്മാര് ഒരു വഴിപാട് പോലെ പറയും ശബരിമലക്കുള്ള മറക്കല്ല് കേട്ടോ, അത് മറക്കാനാണ്. ഇത് പതുക്കെ പറയും. ബാക്കി 90%വും രാഹുലിനെതിരെയുള്ള വിഷയങ്ങളാണ് ഇവന്മാർ ഈ കോൺഗ്രസ്സുകാർ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. അതിലെല്ലാം നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആൾക്ക് കോടതിയിൽ ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഒരു ഊരും പേരുമില്ലാത്ത, ഒരു അഡ്രസ് ഇല്ലാത്ത ഏതോ ഒരു മെയിലിൽ നിന്നും ആരോ ഒരു പരാതി അയച്ചു എന്നും പറഞ്ഞ് ആ പരാതി DGPക്ക് കൊടുത്തു. അതിന്റെ ആ ബുദ്ധി ഓർക്കണം. ഇത് VD സതീശൻ എന്ന് പറയുന്നവന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്. ഓർക്കണം, ആർക്കാ പരാതി കൊടുക്കുന്നത്? DGPക്കല്ല, പോലീസിനല്ല, മുഖ്യമന്ത്രിക്കുമല്ല, KPCC അധ്യക്ഷന് സോണിയാഗാന്ധിക്ക്. ഇയാളെ എന്തെങ്കിലും കാരണവശാൽ തിരിച്ചെടുക്കാൻ ഒരു സാധ്യത അവിടെ ഉണ്ട്, അപ്രകാരം ഒരു ചർച്ച നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഈ KPCC അധ്യക്ഷനെ കൊണ്ട് തന്നെ ഈ പണി ഈ കേക്കച്ചൻ ചെയ്യിച്ചു. VD സതീശന്റെ തലയിൽ ആ പഴി വരരുത്. ആ പഴി ഈ നമ്മുടെ അരമനക്കിങ്ങിണി, എട്ടും പൊട്ടും തിരിയാത്ത അരമനക്കിങ്ങിണിയുടെ തലയിൽ വരണമെന്ന് കരുതി തന്നെ അയാൾക്കിട്ട് പണി കൊടുത്തു. അയാൾ എന്ത് ചെയ്തു? പോട്ടൻ ഇത് കിട്ടിയ പാടെ കുമാര് പറഞ്ഞു പണി വരും കേട്ടോ, പെട്ടെന്ന് പോലീസിന് കൈമാറിക്കോളാൻ പറഞ്ഞു. ഇയാൾ പോലീസിന് കൈമാറി. അതൊരു കുരുക്കായിരുന്നു. DGPക്ക് കിട്ടിയ അതിന്റെ പേരിലാണ് FIR ഇട്ടത്. ആ FIRന്റെ പേരിലാണ് അയാൾക്ക് അന്ന് ജാമ്യം നിഷേധിക്കുവാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം, വീണ്ടും ഒരു ബലാത്സംഗ കേസ് വന്നു, ഇത് അട്ടിമറിക്കുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ വരികയും ഒരു FIR വീഴുകയും ചെയ്തപ്പോൾ പ്രോസിക്യൂഷൻ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതും കോടതിയുടെ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നോക്കുക, അതിനകത്തെ ആ വിഷയത്തിൽ പരാതിക്കാരാരാ അറിയില്ല. ആർക്കാ പരാതി കിട്ടിയത്? KPCC അധ്യക്ഷന്. KPCC അധ്യക്ഷൻ ആർക്ക് കൊടുത്തു? DGPക്ക് കൊടുത്തു. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പരാതിക്കാരി ചോദിച്ചാൽ KPCC അധ്യക്ഷൻ അറിയില്ല. പോലീസ് എന്നോട് ചോദിച്ചാൽ പോലീസ് എന്ത് പറയും? അത് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടിരിക്കുന്നതെന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. KPCC അധ്യക്ഷനോട് ചോദിച്ചാൽ അയാൾക്കറിയത്തില്ല എവിടുന്നോ എന്നൊരു അഡ്രസ് ഇല്ലാത്ത ഊമക്കത്ത്. അതിന്റെ ബേസിലാണെന്ന് ഓർക്കണം. അപ്പോൾ നാളെ മനസ്സിലാക്കേണ്ടുന്നത്, നാളെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം അറസ്റ്റ് തടഞ്ഞിട്ടില്ല, പക്ഷേ നാളെ പരിഗണിക്കുമ്പോൾ ഞങ്ങളുടെ ബലമായ
വിശ്വാസം എന്ന് പറയുന്നത് നാളെ രാഹുലിന് മുൻകൂർ ജാമ്യം കൊടുത്തേ പറ്റൂ. കാരണം പോലീസിന് ഇതുവരെ പരാതിക്കാരാരാന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, അവരുടെ മൊഴിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്രകാരം ഒരാളുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലം അവർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കെ ഇപ്രകാരം ഒരു വളരെ നാടകീയമായി വന്ന് അവർക്ക് പോലീസിനെ നേരിട്ട് സമീപിച്ച് പരാതി കൊടുക്കാമെന്നിരിക്കെ ഇത്രയും വർഷം അതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇതുപോലൊരു നാടകം ഉണ്ടാക്കി ഇപ്രകാരം ഊരും പേരുമില്ലാതെ വന്ന് ഒരു ഊമക്ക് തയ്ച്ച് ഇപ്രകാരം ചെയ്യുന്നതിന്റെ ആ അസ്വാഭാവികത ബഹുമാനപ്പെട്ട കോടതിക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇപ്രകാരം ഉള്ള കേസുകളിൽ പോലും ഒരു ഉചിതമായ തീരുമാനമെടുക്കാതെ അതെല്ലാം ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ ഇത്തരം കീഴ്ക്കോടതികളുടെ പ്രസക്തി പോലും ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് സാമാന്യ ബുദ്ധിയുള്ള സാധാരണ ജനങ്ങൾക്ക് പോലും കണ്ടാൽ കൺവിൻസിംഗ് ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഇത്തരം കീഴ്ക്കോടതികളുടെ പ്രസക്തി എന്താണെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? ആ കോടതിയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായും അത് ഹൈക്കോടതി കൃത്യമായും നമ്മൾ കണ്ടതാണ്. രാഹുൽ വിഷയത്തിൽ 32ാമത്തെ കേസായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഇത്തരം കേസുകളിൽ ഈ ബെഞ്ച് ക്ലർക്കുമാരെ വരെ സ്വാധീനിച്ച് ചീഫുമാർ കേസുകൾ ലേറ്റ് ആക്കാൻ നോക്കും. 32ാമതും 38ാമതും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അതിലും പ്രമാദമായ ചില വിഷയങ്ങൾ വരുമ്പോൾ സമയം എടുക്കുമ്പോൾ ചിലപ്പോൾ അന്ന് പരിഗണിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ഒരു ദിവസം ഇത് തള്ളിപ്പോട്ടെന്ന് കരുതിയാവും ഇപ്രകാരം പണിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ രാഹുലിന്റെ അഭിഭാഷകൻ ആദ്യമേ തന്നെ ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ബാബു അദ്ദേഹം ആ വിഷയത്തിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം അതിന്റെ ഗൗരവം മനസ്സിലാക്കി വിധി പ്രസ്താവിച്ചു. അറസ്റ്റിന്റെ ആവശ്യമില്ല, രാഹുൽ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതുണ്ട്, വിശദമായ വാദം കേൾക്കണം, അതിനായി 15ാം തീയതിയിലേക്ക് അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അത് കൃത്യമായൊരു സന്ദേശമാണ്. അന്നേരം ഈ സന്ദേശം കിട്ടിയ കീഴ്ക്കോടതികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉറപ്പാണ്. അവർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇപ്രകാരം ഉണ്ടാകുന്ന വിധികൾ അത് ചോദ്യം ചെയ്യപ്പെടും. അത് ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും അതിൽ ഏത് എക്സ്റ്റെന്റ് വരെയും പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരെല്ലാം ഇക്കാര്യം മനസ്സിൽ വെക്കണം. ഇപ്രകാരം അടിക്കടി നാണം കെടുന്ന മേൽക്കോടതികളിൽ നാണം കെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത്തരം കീഴ്ക്കോടതികളുടെ പ്രസക്തി തന്നെ ചോദ്യത്തിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം രാഹുലിന് നാളെ നീതി കിട്ടും. ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിക്കും. ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതിക്ക് എന്ത് പറഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുവാൻ സാധിക്കും? ഓർക്കുക, തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നു, ഇതൊരു പൊളിറ്റിക്കലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. യാതൊരുവിധ പ്രോട്ടോകോളുകളും അതിനകത്ത് പാലിക്കപ്പെട്ടിട്ടില്ല. സാധാരണ ഒരു ഇര എന്ന് പറയുന്നവർക്ക് നമുക്ക് വിശേഷിപ്പിക്കുവാൻ പോലും പറ്റത്തില്ല. കാരണം അപ്രകാരം ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് ആ പരാതിക്കാരിക്ക് പോലീസിനെ സമീപിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും ഉപയോഗിച്ചില്ല. ഇതിന്റെ ഈ ഘട്ടത്തിൽ വരെ ആ ഒരു സമയങ്ങളിൽ പോലും ഇവിടുത്തെ പോലീസിനെയോ നിയമ സംവിധാനങ്ങളെയോ സമീപിക്കാൻ അവസരമുണ്ടായിരുന്ന അവർ സമീപിച്ചില്ല. ഒരു രാഷ്ട്രീയ നേതാവായ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഗൂഢാലോചന നടത്തി പരാതി കൊടുക്കുന്നു. അവിടെ അസ്വാഭാവികത. മ്യൂച്വൽ കൺസെന്റോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം അത് റേപ്പായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും ഇവർ ഗർഭചിത്രത്തിലുള്ള മരുന്ന് അവർ പോയി മേടിച്ചതാണ് യാഥാർത്ഥ്യം, അതുപോലും മറച്ചു വെച്ച് ബലമായി കൊടുക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലൊക്കെയുള്ള കള്ളത്തരങ്ങൾ പറയുമ്പോൾ ഇത് വിശദമായ വാദം വരുമ്പോൾ, ട്രയൽ വരുമ്പോൾ ഇത് കോടതിയിൽ പൊളിഞ്ഞ് കീറി പറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ നിയമപരമായി അതിന്റെ ധാർമ്മികതയോ മോറൽ സൈഡോ ഒന്നും നമ്മൾ പറയുവാൻ ആളല്ല. അതെല്ലാം നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂ. നിയമപരമായി ഈ വിഷയം കോടതിയിൽ മിടുക്കനായ ഒരു അഭിഭാഷകൻ ക്രോസ് ചെയ്യുമ്പോൾ ഇതെല്ലാം പൊളിഞ്ഞ് കീറി പറഞ്ഞു പോകും. അതിനുള്ള തെളിവുകളുള്ള ഒരു കേസാണിത്. ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതൊരു പൊളിറ്റിക്കലി മാനിപ്പുലേറ്റഡ് ആണെന്ന് കോടതി തന്നെ സമ്മതിക്കുമ്പോൾ പോലും ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കോടതിയും കൂടി എന്തിന് കൂട്ടുനിൽക്കണം എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. അതിനകത്ത് ഇപ്രകാരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിൽ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന, നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംവിധാനം വരുമ്പോൾ അതിന് തടയിടേണ്ടെന്നാണ് ബഹുമാനപ്പെട്ട കോടതി. അയാള് ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലല്ല.
രാജ്യം വിട്ടു പോകുന്ന ആളല്ല, ഒരു MLA ആണ്. അദ്ദേഹത്തിനെ വേട്ടയാടാതിരുന്നാൽ, അയാളെ ഇതുപോലെ സംഘം ചേർന്ന് ആക്രമിക്കാതിരുന്നാൽ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ അയാൾ ചെല്ലും, അന്വേഷണവുമായി സഹകരിക്കും. യാതൊരു തരത്തിലും ഒരു അട്ടിമറികളും അദ്ദേഹം നടത്തത്തില്ല. അതെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണെന്നിരിക്കെ അയാളെ ഒരു കൊടും കുറ്റവാളിയായി പോയി. ഇപ്പോൾ നടക്കുന്ന മറ്റൊന്നും പറയാനില്ലാത്തപ്പോൾ ഇവന്മാർ പറയുന്നത് കേട്ടോ, ആഡംബര റിസോർട്ടിൽ ഒളിവിൽ താമസിക്കുന്നു, ശക്തരായ ആളുകൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. എടീ, അത് അവന്റെ മിടുക്കാണ്. ഇവിടുത്തെ മാപ്രകൾ അതിനകത്ത് കരഞ്ഞിട്ടെന്താ കാര്യം? ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ എടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയും അവന്മാർക്ക് പിടികൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് രാഹുലിന്റെ മിടുക്കാണ്. ഇവന്മാർ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടാണല്ലോ അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് രാഹുലിന്റെ മിടുക്ക് തന്നെയാണ്. അതിനകത്ത് മാപ്രകൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവസാന നിമിഷം വരെ അയാൾ ഫൈറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഫൈറ്റ് ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഇപ്രകാരം ഈ പ്രതിസന്ധി കോൺഗ്രസിനുണ്ടാക്കിയത് ഈ VD സതീശനും സംഘവുമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ അപക്വമായ ആ ഒരു തീരുമാനമാണ് ഇന്ന് ഈ പാർട്ടിയെ ഇത്രയും പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കിയത്. അന്ന് അപ്രകാരം ഒരു നിലപാട് പരാതിക്കാരി, ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കൂ, പോലീസിൽ കൊടുക്കൂ, നിയമ സംവിധാനങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഇടപാട് ചെയ്തു തരാം, പോലീസ് കേസ് അന്വേഷിക്കട്ടെ, കോടതി വിധി വരട്ടെ എന്നൊരു നിലപാട് എടുക്കുമായിരുന്നു എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ ഇതുകൊണ്ടോ 120-ാം ദിവസമായപ്പോഴേക്കും ഈ വിഷയം കത്തി ഇപ്പോഴും ഇത് കത്തി നിൽക്കുകയാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാനുള്ള ഒരു ടാക്ടിക്സ് ആണെന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. ഇത് പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി VD സതീശന് ഒരുക്കി കൊടുത്ത ഒരു സമ്മാനമാണ്. അന്ന് സരിതയെ ഇറക്കിയ പോലുള്ള ഒരു തേൻകണിയാണ് ഇതെന്ന് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു. അതാരും ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വിഷയം കോൺഗ്രസിന് പ്രതിരോധിക്കാം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാണംകെട്ടന്മാരുടെ വീരവാദമാണ്. വന്നു പറയുന്നത് കേട്ടില്ലേ? ആരോപണം വന്നപ്പോഴേ ഞങ്ങൾ ഇതാ ഭയങ്കര ശക്തമായ നടപടി എടുത്തു, ഞങ്ങൾ എന്താന്ന് പോലും നോക്കിയില്ല, ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചില്ല, ഞങ്ങൾ അന്നേരം തന്നെ എടുത്ത് അങ്ങ് പുറത്താക്കിയെന്ന്. ഈ നാണം കെട്ടവന്മാർ ആ പണി ചെയ്തത് കൊണ്ടല്ലേ ഇവർക്ക് ഇവർ ഇന്ന് ഈ പ്രതിരോധത്തിലായി പോയത്. അന്ന് സപ്പോർട്ട് ചെയ്യേണ്ട, അനുകൂലിക്കേണ്ട, ഈ വിഷയത്തിൽ ആ പറഞ്ഞതുപോലെ പോലീസിനെ സമീപിക്കുക, കോടതി വിധി വരട്ടെ എന്നൊരു നിലപാട് എടുത്തിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഒരാഴ്ച ഇവന്മാർ കാറി കൂവി പെട്ടി മടക്കി ഇവന്മാർ പോയനെ. പക്ഷേ ഇത് ആസൂത്രണം ചെയ്തത് മറ്റാരുമല്ല, ഇത് VD സതീശനാണ്. ഈ കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ ആവശ്യമായിരുന്നു ഇവനെ നശിപ്പിച്ച്, ഇവനെ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഇല്ലാതാക്കി ഇവനെ നശിപ്പിക്കുക എന്നത് ഇവന്റെ ലക്ഷ്യമായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തെ ഇത്രയും കത്തിക്കുവാൻ VD സതീശൻ ശ്രമിച്ചതിന്റെ മറ്റൊരു കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്രകാരം പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. അന്നേരം പുറത്തായാൽ നാളെ ഇവൻ രാഷ്ട്രീയപരമായി VD സതീശന് നാളെ ഒരു ഭീഷണിയായി ഇവൻ വരാൻ പാടില്ല. പറവൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇയാൾക്കെതിരെ മത്സരിക്കാൻ നിൽക്കാൻ പോലും ശേഷി ഉണ്ടാകരുത്. കാരണം അത്രത്തോളം വ്യക്തിപരമായി ജനങ്ങൾ വെറുക്കുന്നതിൽ ഇവനെ നശിപ്പിച്ച് തീർത്ത് കളയണം. ഒരു വ്യഭിചാരിയും പെണ്ണുപിടിയനുമായി ഇവനെ മുദ്ര കുത്തപ്പെടുത്തണം. ഇവന് വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഇവന് നേരെ നിൽക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയാണ് ഇപ്രകാരം ഈ വിഷയം ഇത്രയും കത്തിച്ചത്. അന്നേരം ഈ VD സതീശൻ അപ്രകാരം രാഹുൽ മാങ്കൂട്ടം നശിച്ചു എന്ന രീതിയിൽ സന്തോഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഈ പണി ചെയ്ത, ഇത് ശത്രുക്കൾ പോലും ചെയ്യാത്ത പണി ചെയ്ത ഈ VD സതീശൻ പ്രതിദാനം ചെയ്യുന്ന ഈ പാർട്ടിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ സെമി ഫൈനലിൽ ഇവന്മാരുടെ സകല സ്ഥാനാർത്ഥികളെയും ജനങ്ങൾ തോൽപ്പിക്കണം. ഇവിടെ ഇടതുപക്ഷത്തെക്കായാലും നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് ഇവന്മാരെയാണെന്ന് പറയുവാൻ കാരണം, ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്ത ഇവനൊന്നും യാതൊരു കാരണവശാലും അധികാരത്തിൽ വരാൻ പാടില്ല. ഈ 13-ാം തീയതി രാഹുലിന്റെ വിഷയം ഓർക്കുക, 15-ാം തീയതിയെ കോടതി പരിഗണിക്കത്തുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ചൂണ്ടുവിരൽ കൊണ്ട് ഇവന്മാർക്കൊരു മറുപടി കൊടുക്കുവാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ വരാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അത് ഒരു കാരണവശാലും അത് ഉപേക്ഷിക്കരുത്. എല്ലാവരും, സകല ജനങ്ങളും ഇവന്മാർക്കെതിരെ വിധി എഴുതുക. പ്രത്യേകിച്ച് തിരുവനന്തപുരം രാഹുലിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ, രാഹുലിന്റെ ഇവന്മാർ പുറത്താക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത
ഈ കെ മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം, അതുപോലെ കേക്കച്ചൻ നേതൃത്വം കൊടുക്കുന്ന എറണാകുളം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഇവന്മാർക്ക് കനത്ത പരാജയം പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് നൽകണം. കാരണം ഈ പ്രസ്ഥാനത്തെ മറന്ന് ഇവന്മാരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരുത്തനെ കോടതി പോലും കാണിക്കാത്ത, ഇപ്പോൾ ഉറപ്പാണ് കോടതി നാളെ കരുണ കാണിക്കും ഇവനോട്. കോടതി മുൻകൂർ ജാമ്യം നൽകും. 15-ാം തീയതി ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. 15-ാം തീയതി വാദങ്ങൾക്കും അന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നറിയാം. അന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ അതോടുകൂടി ഇവന്മാർ ഈ ഉണ്ടാക്കിയത് ഇതെല്ലാം തീരുകയാണ്. പിന്നീടുള്ള നിയമ പോരാട്ടമാണ്, അത് അതിന്റെ വഴിക്ക് പൊക്കോളും. ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഏതെങ്കിലും കാരണവശാൽ 15-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകാനുള്ള അവസരമുണ്ട്. സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇത് നിയമപരമായി ഏതാനും ആഴ്ചകൾ കൊണ്ട് ഇതിനൊരു തീരുമാനം വരും. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും രാഹുലിനോട് പറയുവാനുള്ളത്, നാളെ മുൻകൂർ ജാമ്യം ലഭിച്ചാലും തിടുക്കപ്പെട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് താങ്കൾ വന്ന് പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. അതുകൊണ്ട് ചാടി വന്ന് പ്രതികരണവുമായി വരേണ്ട ആവശ്യമില്ല. നാളെ മുൻകൂർ ജാമ്യം ലഭിച്ചാലും 15-ാം തീയതി വരെ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് കരുതി ഇവിടെ വന്ന് ആവേശപൂർവ്വം വന്ന് ഒന്നും ന്യായീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. 15-ാം തീയതിയും കൂടെ, ആ 15-ാം തീയതി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ആ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ എന്താണ് വിധി വരുന്നത്? വിധി അനുകൂലമായാൽ നെഞ്ചും വിരിച്ചിറങ്ങി വരാം. അതല്ല പ്രതികൂലമായാൽ തൊട്ടടുത്ത ദിവസം തന്നെ സുപ്രീം കോടതി പോകാനുള്ള അവസരമുണ്ട്. അതിലൊരു തീരുമാനം ഉണ്ടാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ വരാവൂ. അതല്ലെങ്കിൽ പുറത്തു വന്നാൽ ഇവന്മാർ നിങ്ങളെ കാത്തിരിക്കുകയാണ് വലിച്ചു കീറാൻ. പോലീസുകാർ കീറിയില്ലെങ്കിലും ഈ കോൺഗ്രസ്സുകാരന്മാർ വലിച്ചു കീറാൻ വേണ്ടി നിങ്ങളെ കാത്തിരിക്കുകയാണ്. മനസ്സിലാക്കണം. അന്നേരം ഏറ്റവും നിങ്ങൾ പേടിക്കേണ്ടത് പിണറായിയുടെ പോലീസിനെയോ അല്ല, കോൺഗ്രസ്സുകാരന്മാരെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടുന്നത്. അവന്മാർ നിങ്ങളെ കടിച്ചു കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നീട് നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടാനുള്ള ഒരു അവസരം പോലും ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് 15-ാം തീയതി വരെ ആത്മസംയമനം പാലിച്ച് നിങ്ങൾ ഇരിക്കുക. ഒന്നും സംഭവിക്കത്തില്ല. ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. പക്ഷെ ആ സമയത്ത് ഇവന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവന്മാരെ നാണം കെടുത്തിച്ച പിണറായിക്ക് മറുപടി കൊടുക്കുവാൻ നമുക്ക് അവസരമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കിടക്കുകയാണ്. ആവശ്യത്തിനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ആദ്യം അടി കൊടുക്കേണ്ടത് പിണറായിക്ക്. ആദ്യം അടി കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം അടി കൊടുക്കേണ്ടത് ഈ കേക്കച്ചനും ഇവന്റെ പാർട്ടിക്കുമാണ്. ഈ രാഹുലിനെ ഇതുപോലെ ശോഭകേട് ചെയ്ത, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച, കൂടെ നിന്നില്ലായ്മ ചെയ്യാൻ ശ്രമിച്ച, അവസാന നിമിഷം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവസാന നിമിഷത്തിൽ മുൻകൂർ ജാമ്യം കിട്ടേണ്ടിയിരുന്ന ആ അവസരത്തിൽ ഇതുപോലെ ഒരു ഊമക്കത്ത് പോലീസിന് കൊടുത്ത് എഫ്ഐആർ ഇടിപ്പിച്ചു. അതുപോലെ ഇന്നലെ കേക്കച്ചന്റെ കളിക്കൂട്ടുകാരി ഇറക്കി വീണ്ടും ഇതാ രാഹുലിനെതിരെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് മൊഴി കൊടുത്ത് ഒരു കള്ളക്കേസ് ഇടുവാൻ ശ്രമിച്ചു. അതും നമ്മളാരും മറക്കരുത്. അത് ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്, അവർക്ക് ഇയാളുമായിട്ടുള്ള ബന്ധം, അതുപോലെ ഈ കേസ് തുടക്കം ഇട്ടത് ആരാണ് എന്നൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. ജനങ്ങൾ മണ്ടന്മാരല്ല, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും ഈ അവസരത്തിൽ പോലും ഇത്രയും നാടകങ്ങൾ നടത്തി ഇവനെ കൊല്ലാക്കൊല ചെയ്യുവാൻ ശ്രമിക്കുന്ന ഇവനെ വിടരുത്, ഇവന്റെ പാർട്ടിയെ വിടരുത്. അതുകൊണ്ട് മറ്റന്നാൾ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആ രാഹുലിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച് ഇവന്മാർക്കുള്ള ആ മറുപടി നിങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് നൽകണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.